ഫേസ്ബുക്കിൽ ഒരു ദിവസം രാവിലെ ഇയാൾ ഇടുകയാണ്, എന്നെ ഇങ്ങനെ വെർബൽ അബ്യൂസ് ചെയ്ത വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച, എന്നെ പ്രൊഫഷണലി വേദനിപ്പിച്ച ആൾക്കാർ, അങ്ങനെ ജീവിതം നശിച്ച ഒരു വ്യക്തിയുണ്ട്. പുള്ളിയാണ് നമ്മുടെ കൂടെ കോഴിക്കോട് പരിപാടിക്ക് വന്നത്. അബിൽ ദേവ് എന്നാണ് പേര്. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് രാവിലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് മക്കളും ഭാര്യയും സൈഡിൽ കിടന്നുറങ്ങുന്നു, എന്റെ കയ്യിലുണ്ടായ വേറെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് വേറൊന്നും കൊണ്ടല്ല, രാവിലെ എന്ത് ചെയ്യും, രാവിലെ 2-3 പേര് വിളിച്ചു പറയണ്ടേ നിനക്കെതിരെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ, സാധനം വൈറലായിട്ടുണ്ട്. പുള്ളി പറയാണ്, രാവിലെ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ വിറക്കിയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് ഒരുപാട് പേരുടെ, എന്നിട്ട് ഒരുപാട് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിയായി. എന്താ പുള്ളിയോട് പറഞ്ഞെന്നറിയാവോ? അതായത് ഇയാൾ എന്നോട് വർക്ക് തരില്ല, 5 വർഷമായിട്ട് ഇയാൾ എന്നെ വർക്കിന് വിളിച്ചില്ല, ജോലിക്ക്, അതായത് ഫാഷൻ ഷോ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, ഇയാൾ എന്നെ വർക്കിന് വിളിച്ചില്ല. അതെങ്ങനെ സെക്ഷൽ ഹരാസ്മെന്റ് ആകും? ഇത് കാര്യം സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറഞ്ഞാലേ ഗുമ്മുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈസി ആയിട്ട് സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ, ശ്രീ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതി വന്നു, ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതി വന്നു, ശ്രീ എൽദോസിനെതിരെ വ്യാജ പരാതി വന്നു. ഇതെല്ലാം വ്യത്യസ്ത പാർട്ടികളിലാണ്. പാർട്ടി ഭേദമന്യേ ഈ വ്യാജ പരാതികൾക്കെതിരെ ഒരു പ്രതിരോധം കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാകണം. അതിന് മാധ്യമങ്ങളുടെ പിന്തുണ വേണം. ഈ ഫെബ്രുവരി ആദ്യ ആഴ്ച സ്പീക്കറുടെ അനുമതിയോടുകൂടി കേരള നിയമസഭയിൽ ഈ ബില്ല് പാസ്സാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ബില്ല് എന്തായാലും വരുന്നുണ്ട്. അത് വലിയൊരു സ്റ്റെപ്പായിരിക്കും. ഇന്ത്യയിൽ അത്തരത്തിലൊരു സ്റ്റെപ്പ് ഇതുവരെ വന്നിട്ടില്ല. സുപ്രീം കോടതിയിൽ ഒരിക്കൽ പോയി സുപ്രീം കോടതി അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ല. അതൊരു പോളിസി മാറ്റർ ആണെന്നുള്ളതാണ് സുപ്രീം കോടതിയിലൊക്കെ ബേസിക് നിലപാട്. ലോകസഭയിൽ ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മെൻസ് കമ്മീഷനെ കുറിച്ച്. അനുകൂലമായ സമീപനമൊന്നും കിട്ടിയില്ല. ആദ്യമായി യുവജന കമ്മീഷൻ തുടങ്ങിയ സ്റ്റേറ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫസ്റ്റ് കേരളമാണ്. അതേപോലെ ആദ്യമായി പുരുഷ കമ്മീഷൻ തുടങ്ങാനുള്ള എല്ലാവിധ പിന്തുണയും നിങ്ങൾ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.